ഇത് ഞാൻ ഒരു 2022 എടുത്തതാണ്. മെയിനായിട്ട് വിൻറ്റേജ് കാസിൽ അത്യാവശ്യം റെയറുമാണ്, പിന്നെ നല്ലൊരു ഓപ്ഷനുമാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ബെൻസ് W124 ഒരു 1989 മോഡലായിരുന്നു. അത് ഇമ്പോർട്ടഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും പാർട്സ് അവൈലബിലിറ്റി കാരണം കൊടുത്തായിരുന്നു. അങ്ങനെ അത് കൊടുത്തിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് കയ്യിൽ വരണം. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഇത് റിയർ വീൽ ഡ്രൈവാണ്. സോ മെയിനായിട്ട് എനിക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു ഡ്രിഫ്റ്റ് കാറായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ലുക്ക്, പിന്നെ അതിൻ്റെ റെയറിറ്റി 118 കുറച്ച് റെയറാണ് കിട്ടാൻ. ഇതിൻ്റെ ഡീസൽ വെർഷൻ പിന്നെ അവൈലബിൾ ആണ്, പക്ഷേ അത് മോശമാണ് ഡ്രൈവൊക്കെ ചെയ്യാനേ. ഇതൊരു പ്രോപ്പർ ഡ്രൈവേഴ്സ് കാറാണ്. നിസാൻ്റെ എഞ്ചിനും വിത്ത് നിസാൻ്റെ ഗിയർ ബോക്സ്, അന്നത്തെ മോസ്റ്റ് റിഫൈൻഡ് എഞ്ചിനായിരുന്നു. പിന്നെ ഇതിന് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ക്രംബിൾ സോൺ കൊണ്ടുവരുന്ന വണ്ടി, ഫസ്റ്റ് ഡിസ്ക് ബ്രേക്ക് കൊണ്ടുവരുന്ന വണ്ടി, 1.2 ലിറ്റർ നിസാൻ്റെ എഞ്ചിനാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 60 ഹോഴ്സ് പവർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അത്യാവശ്യം റിലയബിൾ വണ്ടിയാണ്. ഇതിൻ്റെ എഞ്ചിനായാലും നല്ല സോളിഡാണ്, സ്ട്രോങ് ആണ്. പിന്നെ ആ ഒരു ഇഷ്യൂ, എന്തെങ്കിലും പാർട്സ് വല്ലതും ഡാമേജ് ആയാൽ നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നോർത്ത് ഇന്ത്യയെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്ന് വേണമെങ്കിലും അതിൻ്റെ ഒരു ടൈം എടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഇല്ല. സർവീസ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് റിസ്റ്റോർ ചെയ്തൊരു പുള്ളിയുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ തന്നെ കൊടുത്താണ് സർവീസ് ചെയ്യുന്നത്. അതൊരു വിൻറ്റേജ് കളക്ടറാണ്. 10-30 വണ്ടികളുണ്ട്. ഇതിൻ്റെ എല്ലാം പാർട്സ് ആയാലും സോഴ്സ് ചെയ്യണേയും സർവീസ് ആയാലും എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ പേര് ബീയിങ് വിൻറ്റേജ്, അജ്മൽ എന്നാണ് പേര്. ഇൻസ്റ്റാ പേര് ബീയിങ് വിൻറ്റേജ്. പുള്ളിയാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും വണ്ടികളും കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇല്ല, എനിക്ക് ഇതുവരെ മേജറായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസും വന്നില്ല. എല്ലാം ചെറിയ ഇഷ്യൂസ്, ചെറിയ ഇലക്ട്രിക്കൽ ഇഷ്യൂസ്, അങ്ങനെ പിന്നെ ഫ്യൂവലിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ അത്രേ ഉള്ളൂ. മാക്സിമം കിടന്ന് ഓടിക്കോളും. ആകെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ റസ്റ്റ്. ബോഡി അത്ര ക്വാളിറ്റിയുള്ള ബോഡിയല്ല. സോ ഈസിലി റസ്റ്റ് കയറും. മഴയത്തൊക്കെ ഇടാമെങ്കിൽ പെട്ടെന്ന് റസ്റ്റ് ആവും. ഞാൻ എടുത്തിട്ട് ഇതിന് ഒരു 15 ഇഞ്ച് അലോയ്സ് ഇട്ട്, ലോ പ്രൊഫൈൽ ടയേഴ്സ്, പിന്നെ ബാക്കിൽ ഒരു സ്പാർക്ക് പ്ലഗും ഇഗ്നിഷൻ കോയിലും വെച്ചിട്ടുണ്ട്. ഫ്ലെയിംസ് സ്പിറ്റ് ചെയ്യാനായിട്ട്. ഫ്ലെയിംസ് വരും, നല്ല രീതിക്ക് തീ വരും. അത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ് സംഭവം. സ്വന്തം വർക്ക്. സംഭവം ഒരു ഇഗ്നിഷൻ കോയിലും സ്പാർക്ക് പ്ലഗും എക്സോസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ റേസ് ചെയ്തിട്ട് മെയിൻ ഇഗ്നിഷൻ കോയിൽ കട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ഫ്യൂൽ അത്രയും കൂടെ ബാക്കിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇഗ്നൈറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണ് ഫ്ലെയിംസ് വരുത്തുന്നത്. അത് വീട്ടിൽ ചെയ്തത്. പിന്നെ ഈ അലോയ്സ് പെയിന്റ് അടിച്ചേക്കണേ ഞാൻ വീട്ടിൽ ചെയ്തതാണ്. ഇല്ല, എക്സ്ട്രാ ഫുള്ളി സ്റ്റോക്കാണ്. ജസ്റ്റ് ഈ അലോയ്സ് മാത്രം കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. പക്ക ഒറിജിനാലിറ്റിയിൽ അവർ റിസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇൻറ്റീരിയർ ആയാലും എല്ലാം അത്യാവശ്യം ഒരു കുറേ കഷ്ടപ്പെട്ടായിരുന്നു. ബോഡി മൊത്തം സ്ട്രിപ്പ് ചെയ്ത്, എൻജിൻ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത്, ബോഡി മാത്രം വെച്ചിട്ടാണ് അവർ റീപെയിൻറ്റ് ചെയ്തത്. എന്നിട്ട് എല്ലാം റീഫിറ്റ് ചെയ്തത്. പെയിൻ്റ് എന്ന് വെച്ചാൽ മേപ്പിൾ യെല്ലോ എന്ന് പറയും. അത് ആക്ച്വലി കസ്റ്റം ചെയ്തെടുത്തതാണ്. പിന്നെ വേറെ ബാക്കിയുള്ളതൊക്കെ എല്ലാം സ്റ്റോക്കാണ്. ഞാൻ പിന്നെ ഒന്നും മാറ്റാൻ നിന്നില്ല, ഒറിജിനാലിറ്റി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം റെയറാണ്. വെച്ചാൽ സാറിന് എല്ലാവരും മോഡിഫൈ ചെയ്ത് ഫ്രണ്ടൊക്കെ മാറ്റി, ലുക്കേ മാറ്റി. ഇത് ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ട് നടക്കണ കുറച്ച് റെയറാണ്. കുറച്ച് വണ്ടികളേ ഉള്ളൂ കേരളത്തിൽ തന്നെ. ഞാൻ ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 2 ഇഗ്നിഷൻ കോയിലുണ്ട് ഇതിൽ. സോ ഒരു സ്വിച്ച് വെച്ചിട്ട് എനിക്ക് ഈ മെയിൻ ഇഗ്നിഷൻ കോയിൽ കട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ എഞ്ചിനിനകത്ത് ഇറങ്ങണ ഫ്യൂൽ അത്രയും കൂടെ എക്സോസിലോട്ട് പോകും. എന്നിട്ട് അവിടെ വേറെ ഒരു ഇഗ്നിഷൻ കോയിലും സ്പാർക്ക് പ്ലഗും വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഇഗ്നൈറ്റ് ചെയ്ത് സ്പാർക്സ് വരും, അല്ല ഫ്ലെയിംസ് വരുത്തും. അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലെയിംസ് വരും. വേറെ പിന്നെ കാർബറേറ്റർ കുറച്ച് ട്യൂൺഡാണ്. ഒരു ജസ്റ്റ് കുറച്ച് ലീനായിട്ടാണ് ഇത് ട്യൂൺ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു പവർ കിട്ടാനായിട്ടേ വണ്ടിക്ക് കുറച്ചും കൂടെ പുള്ള് കിട്ടും. കാർബറേറ്റർ ട്യൂൺഡ്. ബാക്കി എല്ലാം സ്റ്റോക്കാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അലോയ്സ് ഇട്ടേക്കണതെന്ന് വെച്ചാൽ VR റേസിങ്ങിൻ്റെയാണ്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് അലോയ്സ് ആണ്. സോ റേസിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, റേസിംഗ് മോഡലാണ്. ഇത് ഞാൻ എടുത്തപ്പം അലോയ്സ് വിത്ത് ടയർ ഒരു 46 രൂപയായി. എടുത്തിട്ട് ഇപ്പോൾ ഒരു 3-5 വർഷവും. പിന്നെ ഇൻറ്റീരിയർ മെയിൻലി സ്റ്റോക്കാണ്. ജസ്റ്റ് ഇതിൽ അടിച്ചേക്കണ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തതാണ്, ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുണ്ട്. പിന്നെ AC എല്ലാം സ്റ്റോക്കാണ്. സ്റ്റോക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. സ്റ്റീരിയോ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ മാറ്റിയായിരുന്നു. അതാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി ആയിരുന്നു. ഇത് സംഭവം ഒരു ആസ്ട്രേ, അന്നത്തെ എല്ലാ വണ്ടികളും വരുന്നൊരു ഫീച്ചറായിരുന്നു. പിന്നെ ഇതും ഒരു പ്രത്യേക മെറ്റീരിയലാണ്. സിന്തറ്റിക് ലെതർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് അത്യാവശ്യം ഇതൊക്കെ രണ്ടാമത് ചെയ്തതാണ്. ബാക്കി എല്ലാം അത്യാവശ്യം സ്റ്റോക്കാണ്. ഡോർ പാഡും ഞാൻ പറഞ്ഞ മെറ്റീരിയല്.
ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ്. ആ അതെ അതെ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ? ആ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എൻജിൻ ഭയങ്കര സ്മൂത്താണ്. അന്നത്തെ ഏറ്റവും റിഫൈൻഡ് എൻജിനായിരുന്നു ഇന്ത്യയിൽ ഫസ്റ്റ് പറഞ്ഞ ഏറ്റവും റിഫൈൻഡ് എൻജിനും റിഫൈൻഡ് ഗിയർ ബോക്സ് ആയിരുന്നു. എന്നുവെച്ചാൽ ഇത് പ്രീമിയർ നിസാൻ്റെ നിന്ന് കൊണ്ടുവന്ന ഒരു എൻജിനാണ്, ജപ്പാനിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന എൻജിനും ഗിയർ ബോക്സും കോംബോ. അതാണ് ഇത് ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു സ്മൂത്ത്നെസ് റിഫൈൻമെൻറ്റ് പോയിട്ടില്ല. പിന്നെ ഓൾസോ ഇത് ഹീറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് റിഫൈൻഡ് ആണ്. ഇപ്പോൾ നമ്മളെ പുതിയ വണ്ടികളെ കൂടെ പിടിച്ചേക്കും ഇത് ഓണാണെന്ന് പോലും അറിയാൻ പറ്റില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് വണ്ടി ഓണാണോ അല്ലേ, അത്രയും റിഫൈൻഡ് ആണ്.